ഡെഡ് ആയിട്ടുള്ള ഫിഷ് മാത്രമാണ് ഫ്ലോവിനനുസരിച്ച് പോവാ. നമ്മൾ അധിക ടൈം ഗോ വിത്ത് ഫ്ലോ, അധിക ടൈം ഗോ വിത്ത് ഫ്ലോ ഇറ്റ്സ് നോട്ട് ഗുഡ്. ചില സമയം ഫ്ലോവിനനുസരിച്ച് പോയിക്കോളൂ, പക്ഷെ എല്ലാ ടൈമും പോകുന്നത്, എല്ലാ സിറ്റുവേഷൻസിലും എല്ലാ സർക്കംസ്റ്റാൻസസിലും പോകുന്നത് അത് അത്ര നല്ലതല്ല. Sometimes it's about going against the flow. I am not talking about breaking the rules അല്ല പറയുന്നത്. I am talking about flow. കാരണം എക്സാമ്പിൾ പറയാം, അധികം ആൾക്കാരും പറയാ +1 പഠിക്ക്, +2 വരെ പഠിക്കുന്നതിൽ സാധനമാണ്. നിങ്ങൾ +1 എത്തി പഠിക്കാണ്, ആൻഡ് യു തോട്ട് ഈ കാര്യം കൂടി ചെയ്ത് നോക്കിയാലോ, ഈ ഒരു സ്കില്ലും കൂടി പഠിച്ചു നോക്കിയാലോ എന്നുള്ള സാധനം വെച്ച് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുകയാണ്, പഠിക്കാൻ തുടങ്ങിയാണ്. പക്ഷെ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇറ്റ് വിൽ ബി ഹാർഡ്. കുറച്ച് നിങ്ങൾ ടൈം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും, ചിലപ്പോൾ പഠിക്കലൊന്ന് കുറഞ്ഞു, പക്ഷെ എന്തെങ്കിലും ആവും, എന്തെങ്കിലും എക്സ്ട്രാ പഠിക്കാൻ തോന്നുന്നു, എന്തെങ്കിലും മാറും. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. ദേ വിൽ ബി ലൈക്ക് എന്തിനാ ചെയ്യുന്നത്, ജസ്റ്റ് ഫ്ലോ അനുസരിച്ച് പോയി പഠിച്ചതിന് ചെയ്താൽ പോരെ, ആ ഫ്ലോ അനുസരിച്ച് പോയാൽ പോരെ. വെൻ യു ആർ സെയിങ് നോ, യു ആർ ഗോയിങ് അഗെയിൻസ്റ്റ് ദ ഫ്ലോ. കാരണം ചത്ത ഫിഷ്, ഡെഡ് ഫിഷ് മാത്രമാണ് ഫ്ലോനനുസരിച്ച് പോവുക. കാരണം അഗെയിൻസ്റ്റ് ദ ഫ്ലോ പോകുമ്പോഴാണ് നിങ്ങൾ ലെഗസീസ് ക്രിയേറ്റ് ചെയ്യുക, ഹിസ്റ്ററി ഉണ്ടാക്കുക, ഒരു സ്റ്റോറി തന്നെ ഉണ്ടാക്കുക. സോ സംടൈംസ് ഇറ്റ്സ് ബെസ്റ്റ് തിങ് ടു ഡു ഈസ് ഗോ അഗെയിൻസ്റ്റ് ദ ഫ്ലോ. കാരണം ഡെഡ് ആയ ഫിഷ് മാത്രമാണ് ഫ്ലോവിനനുസരിച്ച്